ധർമ്മസ്ഥല ഇപ്പൊ വന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനോ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കൊക്കെ മുൻപ് ധർമ്മസ്ഥല എന്ന് പേര് കേൾക്കുമ്പോൾ വരുന്ന ഒരു പിക്ചർ ഇതായിരുന്നു. മാംഗ്ലൂരിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ നേത്രാവതി പുഴയുടെ തീരത്തുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന്. ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥേശ്വര ക്ഷേത്ര ട്രസ്റ്റിന്റെ തലവനെ ധർമാധികാരി എന്നാണ് പറയാ. കഴിഞ്ഞ നൂറ്റാണ്ടിലേറെയായിട്ട് ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെയാണ് ധർമാധികാരി. ഇദ്ദേഹത്തെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചതും ഇദ്ദേഹം രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമൊക്കെയാണ്. വീരേന്ദ്ര ഹെഗ്ഡെയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇവിടെ നടത്തുന്ന സർവ്വമത സമ്മേളനങ്ങളും സമൂഹ വിവാഹവും ഒക്കെ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ധർമ്മസ്ഥലയിലെ അന്നദാന ഹാളിൽ ഒരു ദിവസം 10,000 ആളുകൾക്കാണ് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. സ്കൂളുകൾ, മെഡിക്കൽ കോളേജ്, ലോ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെ 25 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ ട്രസ്റ്റിന്റെ കീഴിൽ കർണാടകയിലെ പല ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടെയൊക്കെ പാവപ്പെട്ട കുട്ടികൾക്ക് കുറഞ്ഞ ചിലവിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. പിന്നെ ഗ്രാമീണ വികസനം, കുടിവെള്ള വിതരണം, അങ്ങനെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ വേറെ. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പൊ ഒരു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലൂടെ ഇത്രയും വിവാദങ്ങളുടെ നടുവിലായിരിക്കും. 1998-നും 2014-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഈ ധർമ്മസ്ഥലയിൽ ലൈംഗിക അതിക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരുടെ മൃതദേഹങ്ങൾ പുറം ലോകം അറിയാതെ കത്തിക്കുന്നതിനും കുഴിച്ചുമൂടുന്നതിനും താൻ നിർബന്ധിക്കപ്പെട്ടിരുന്നു എന്ന വെളിപ്പെടുത്തലുമായാണ് ഈ മുൻ ശുചീകരണ തൊഴിലാളി ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത്. പണവും സ്വാധീനവും ഉള്ളവർക്ക് കാഴ്ചവെക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെ ലക്ഷ്യമിടുന്ന ഈ ക്രിമിനൽ സംഘങ്ങൾ നേരത്തെ ഇവിടെ സജീവമായിരുന്നു എന്ന ഒരു ആരോപണവും ഉണ്ടായിരുന്നു. ഇവരുടെ ഇംഗിതത്തിന് വിസമ്മതിച്ചിരുന്ന പലരും കൊല്ലപ്പെട്ടതായും അതെല്ലാം മൂടിവെക്കുന്നതിന് ഈ ധർമ്മസ്ഥല ട്രസ്റ്റിലെ ഉന്നതർ ഒത്താശ ചെയ്തിരുന്നതായും ആരോപണമുണ്ട്. ഇപ്പൊ ഇതെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്നത്. പഞ്ചായത്ത്, പോലീസ് ഉൾപ്പെടെ ധർമ്മസ്ഥലയുടെ മിക്ക സംവിധാനങ്ങളും ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉന്നതരുടെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലുമാണ്. അവരുടെ അനുവാദം ഇല്ലാതെ ആർക്കും ഇവിടെ ഭൂമി വാങ്ങി താമസിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. വിധേയൻ സിനിമയിലെ ഭാസ്കര പട്ടേലരുടെയും തൊമ്മിയുടെയൊക്കെ കഥയുടെ മൂലസ്ഥാനം ഇതിനടുത്തുള്ള പ്രദേശത്താണെന്ന് പറയുമ്പോൾ തന്നെ ഈ സാഹചര്യം വ്യക്തമാവും. ചുറ്റും ഇരുണ്ട കാടുകളൊക്കെ അടങ്ങിയ ഒരു വനപ്രദേശം. അപ്പൊ ഇത് തന്നെയാണ് ധർമ്മസ്ഥലയെ പുറം ലോകം അറിയാത്ത രഹസ്യങ്ങളുടെ നിലവറയാക്കി മാറ്റുന്നതും. കൊല്ലത്ത് നിന്ന് കുടിയേറി താമസിച്ച മലയാളി കുടുംബത്തിലെ പത്മലത എന്ന വിദ്യാർത്ഥിനി 1986-ൽ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. ഈ കേസിലെ പ്രതികളെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. പത്മലതയുടെ അടുത്ത ബന്ധുവായ ടി ജയന്ത് ധർമ്മസ്ഥലയിലെ ദുരൂഹതകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയിൽ സജീവമാണ്. ഈ സംഭവത്തിന് മുൻപ് 1977-ൽ വേദവതി എന്ന അധ്യാപികയുടെ മരണവുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥല സംശയത്തിന് നിഴലിലായിരുന്നു. 2012-ൽ ധർമ്മസ്ഥല SDM കോളേജിലെ PUC വിദ്യാർത്ഥിനി, അതായത് നമ്മുടെ കേരളത്തിലെ +2 വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യയുടെ കൊലപാതകം സംസ്ഥാനത്തെ തന്നെ നടക്കുന്ന സംഭവമായിരുന്നു. 2012 ഒക്ടോബർ 9 വൈകുന്നേരം കോളേജ് വിട്ടിറങ്ങിയ സൗജന്യയെ തൊട്ടടുത്ത ദിവസം നേത്രാവതി പുഴയുടെ തീരത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിലയെ കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ധർമ്മസ്ഥല ട്രസ്റ്റുമായിട്ട് അടുത്ത ബന്ധമുള്ള 3 യുവാക്കൾക്ക് നേരെയായിരുന്നു ആരോപണം ഉയർന്നത്. പക്ഷേ കേസ് അന്വേഷിച്ച പോലീസും CBIയും ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷ് റാവുവിനെ പ്രതിയാക്കി. പക്ഷേ പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CBI കോടതി സന്തോഷ് റാവുവിനെ വെറുതെ വിട്ടു. ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കൃത്യമായ ഒരു നിരീക്ഷണം കൂടി കോടതി നടത്തി. പക്ഷേ ഈ കേസ് പുനരന്വേഷിക്കാനോ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാനോ ഉള്ള നീക്കങ്ങളൊന്നും പിന്നീടുണ്ടായില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും വിവിധ സംഘടനകളും ഒക്കെ സമരം നടത്തുന്നതിനിടെയാണ് ഇപ്പൊ ഇങ്ങനെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. സൗജന്യയുടെ ഒറ്റപ്പെട്ട കേസല്ലെന്നും ഇതിനു മുമ്പും ധർമ്മസ്ഥലയിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടെന്നും ഇതിൽ പലരുടെയും മൃതദേഹങ്ങൾ താൻ കത്തിക്കുകയും കുഴിച്ചുമൂടുകയും ചെയ്തു എന്നുമാണ് അഭിഭാഷകർ മുഖേന ഇദ്ദേഹം എഴുതി നൽകിയ പരാതിയിൽ പറയുന്നത്. തുടക്കത്തിലെല്ലാം പോലീസ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അവഗണിച്ചെങ്കിലും അഭിഭാഷകരും ആക്ഷൻ കമ്മിറ്റിയും മാധ്യമങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതോടെ കർണാടക ഗവൺമെന്റ് ഇടപെട്ട് DGP പ്രണബ് മോഹന്തയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന 15ഓളം സ്ഥലങ്ങൾ ഈ പരാതിക്കാരൻ അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു. നേത്രാവതി പുഴയുടെ തീരത്തുള്ള വനമേഖലയിലാണ് ഈ സ്ഥലങ്ങളെല്ലാം. വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് പിന്നാലെ 22 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ MBBS വിദ്യാർത്ഥിനി അനന്യയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ സുജാത ഭട്ട് ഒരു പരാതി നൽകി. 15 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥല വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു പെൺകുട്ടിയുടെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റോ പോസ്റ്റ്മോർട്ടം ഒന്നും നടത്താതെ മറവ് ചെയ്തതിന് താൻ സാക്ഷിയാണെന്ന് വെളിപ്പെടുത്തി ഈ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായ ജയന്ത് ഒരു പരാതി നൽകിയിരുന്നു. പരാതിക്കാരൻ കാണിച്ചു നൽകുന്ന ഓരോ സ്ഥലത്തും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് നീക്കിയാണ് ഇപ്പം പരിശോധന നടത്തുന്നത്. ആദ്യം പരിശോധന നടത്തിയ സ്ഥലങ്ങൾ ഈ നേത്രാവതി പുഴയുടെ തീരത്തുള്ള ആഴമില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. ഈ മഴ പെയ്ത് പുഴ കരകവിഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അവിടുന്ന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയില്ല. പക്ഷെ പിന്നീട് പരിശോധന വനത്തിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് മനുഷ്യാസ്ഥിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത്. 6ാമതായി അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നാണ് ആദ്യം അസ്ഥികൾ ലഭിക്കുന്നത്. ഇതൊരു പുരുഷന്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം. 11ാമതായി അടയാളപ്പെടുത്തിയ ഭാഗത്ത് അല്പം അകലെ
വനത്തിൽ നിന്നാണ് കൂടുതൽ അസ്ഥികളും തലയോട്ടികളും ലഭിക്കുന്നത്. ധർമ്മസ്ഥല സുബ്രഹ്മണ്യ റോഡരികിലെ വനത്തിൽ തറനിരപ്പിൽ നിന്നും അധികം ആഴത്തിലല്ലാതെ മണ്ണ് നീക്കിയപ്പോഴാണ് കൂടുതൽ അസ്ഥികളും സ്ത്രീകളുടേതെന്ന് കരുതപ്പെടുന്ന വസ്ത്രാവശിഷ്ടങ്ങളും ലഭിക്കുന്നത്. ഈ അവശിഷ്ടങ്ങളെല്ലാം ലഭിച്ചപ്പോൾ ഈ പരാതിക്കാരന്റെ വെളിപ്പെടുത്തലുകൾക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടായി. വരും ദിവസങ്ങളിൽ വനത്തിനുള്ളിൽ പരിശോധനകൾ നടത്തുമ്പോൾ കൂടുതൽ അസ്ഥികളും ദുരൂഹതയിലേക്ക് വെളിച്ചം വീശുന്ന മറ്റു തെളിവുകളും ലഭിക്കുമെന്നാണ് സൂചന. 2012 സൗജന്യ കേസ് ധർമ്മസ്ഥലയുടെ സൽപ്പേരിനും വിശ്വാസ്യതയ്ക്കും വലിയ തോതിൽ മങ്ങലേൽപ്പിച്ചതോടെ ഇവിടുത്തെ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിക്കാൻ ഉന്നത തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് സൂചന. ഇപ്പൊ വന്ന വെളിപ്പെടുത്തലുകളെല്ലാം അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണെങ്കിലും സ്വർണ്ണത്തളിക കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും എന്ന വിശ്വാസം ഇപ്പൊ വീണ്ടും ശരിയായിരിക്കുകയാണ്.